السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذي قال لوالديه أف لكما أتعظانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمين إن وعد الله حق فيقول ما هذا إلا أساطير الأولين. സ്നേഹമുള്ളവരെ, സൂറത്ത് അഹ്കാഫിലെ 17-ാമത്തെ വചനം. നമ്മുടെ നാട്ടിൽ വളരെ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്ന ഒന്നിപ്പോൾ ഓൾഡ് ഏജ് ഹോമുകൾ, അതല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഹോമുകളെന്നോ അതുമല്ലെങ്കിൽ ഷെൽട്ടർ സെൻറ്ററുകളെന്നോ ഒക്കെ പേരിൽ വയസ്സായ മനുഷ്യരെ പരിചരിക്കാനുള്ള കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം ഈ 4 വർഷം കൊണ്ട് കേരളത്തിൽ 96 സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മൊത്തം 1000-ഓളം സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റേതും സന്നദ്ധ സംഘടനകളുടേതും മതസംഘടനകളുടേതും ഒക്കെ കൂടി 1000-ഓളം സ്ഥാപനങ്ങളുണ്ട്. അതിൽ 4 കൊല്ലം കൊണ്ട് 96 സ്ഥാപനങ്ങൾ വന്നു എന്നാണ് കണക്ക്. ആളുകൾക്ക് വരുമാനമുണ്ടാക്കാനുള്ളൊരു ആംബിയൻസ് ആയിട്ട്, കാരണം ഡോക്ടർമാരെ പരിചരണം, ഉല്ലസിക്കാനുള്ള മേഖല, അവർക്ക് നല്ല ഭക്ഷണം സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത്, ഇപ്പോൾ മലബാറിലൊക്കെ ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, പ്രസവാനന്തര പരിചരണം ഇപ്പോൾ വലിയൊരു മേഖലയാണ്. 40 ദിവസം 60 ദിവസം ഒക്കെ അവിടെ നല്ല ഡീലക്സ് റൂമുകൾ, AC സൗകര്യങ്ങൾ, ഡെലീഷ്യസ് ഫുഡ്, അങ്ങനെ അതിപ്പോൾ ആളുകൾ 40 ദിവസം സഹിച്ചാൽ മതി, അല്ലെങ്കിൽ 90 ദിവസം. ഇതേപോലെ വയസ്സായ ആളുകൾക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കുക എന്നുള്ളിടത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലിപ്പോൾ 20,000-ൻ്റെ അടുത്ത് അതിൽ അന്തേവാസികളുണ്ട്. ഈ അന്തേവാസികൾ ഏറിയ പങ്കും കൂലിപ്പണിക്കാരല്ല, സാധാരണ ജോലി ചെയ്യുന്ന ചുമട്ട് തൊഴിലാളികളോ സാധാരണ കൂലിപ്പണി എടുക്കുന്ന മനുഷ്യന്മാരോ അല്ല. നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള വലിയ ഡോക്ടർമാരും വലിയ ബിസിനസ് സാമ്രാട്ടുകളൊക്കെ ആയിരുന്ന ആളുകൾ ഇപ്പോൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ മക്കളൊക്കെ വിദേശത്തും ഒഴിവില്ലാത്ത തിരക്കിലും മരിച്ചാൽ പോലും വരാൻ ഒഴിവില്ലാതെ അത് വലിയ ടീമിനെ ഏൽപ്പിച്ച് മരണാനന്തര ചടങ്ങുകൾ ലൈവായി കാണുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒഴിവില്ല. അങ്ങനെ മക്കൾ തിരക്കിലാവുകയാണ്. ഇവിടെ അവരൊരു ദിവസം ലീവ് എടുക്കാത്താൽ ഉണ്ടാകുന്ന നഷ്ടത്തെ വലുതാണ് അവർക്കൊരു ടീമിനെ ഏൽപ്പിച്ച് പരിചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ലാഭം. ഇത് വളർന്നു വരുമ്പോൾ അവിടെ നമ്മളെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ വിരഹങ്ങൾ കൊതുകുപോൽ കുത്തുന്ന പായയിൽ ചീർത്തും മെലിഞ്ഞും ശിഷ്ട ജീവിതമുരുളുന്നു. കേരളത്തിലെ ഒരു കവി ഈ സ്നേഹാലയത്തിലോ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലോ ഒക്കെ ഉള്ള ഒരു സദനത്തിൽ നിന്ന് വിരഹമായി പാടിയതാണ്. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നാളെ നീ മക്കളാൽ ഈയുമീ സദനത്തിൽ, നാളെ നിന്റെ മക്കളെ കൊണ്ട് നീ സദനത്തിൽ വരും, പുതിയൊരു അന്തേവാസിയായി നീയും മാറും. കുറച്ച് കാലം കഴിയുമ്പോൾ നിന്റെ മക്കൾക്ക് ഒഴിവില്ലാതെ നിന്നെയും ഇവിടെ ഒരു അന്തേവാസിയായി വരുന്ന കാഴ്ച കവിയുടെ ഭാവനയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മക്കൾക്ക്
അവധിയുള്ള കുടുംബത്തോടൊപ്പം അവരെ ചെലവഴിക്കാൻ കിട്ടുന്നൊരു സമയത്താണ് ഇപ്പം നമ്മളൊക്കെ ഉള്ളത്. നമ്മൾ മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധത്തെ ഏറ്റവും മനോഹാരിതയോടുകൂടി രൂപപ്പെടുത്തേണ്ട ഒരു കാലമാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്, വല്ലതി കാലലി വാലിദൈഹി ഉഫിൻ ലക്കുമ, മാതാപിതാക്കളോട് തട്ടുത്തരം പറഞ്ഞ് വളരെ പുച്ഛഭാവത്തോടെ സംസാരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഖുർആൻ ഇത് പറയുന്നത്. ഇദാനിനി അനുഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? മരണാനന്തരം ജീവിതമുണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര തലമുറകൾ കഴിഞ്ഞുപോയി, അവരാരെങ്കിലും ഇങ്ങനെ ജീവിച്ചു വന്നിട്ടുണ്ടോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത് എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് ഇത്തരം രൂപത്തിൽ തട്ടിക്കയറുന്ന മക്കളെക്കുറിച്ച് പറഞ്ഞിട്ട് ആ വയസ്സായ മാതാപിതാക്കൾ പറയുന്നത്, ഖുർആൻ പറയുന്നത്, വഹുമ യസ്തഗീസാനില്ല, അവര് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ വയ്യ, ഇനി ലോകം അവരുടെ കയ്യിലാണ്. വാർദ്ധക്യവും രോഗങ്ങളും അവശതയും ഒക്കെ കൂട്ടിനായി അവരെ ആശ്രയിച്ച് നിൽക്കേണ്ട സമയത്ത് ദീൻ പറയുമ്പോൾ അവർ കളിയാക്കി പറയുമ്പോൾ നിസ്സഹായരായ മാതാപിതാക്കൾ പറയുന്ന വാക്ക് വൈലക്ക ആമീൻ, മോനെ നാശാണ് കേട്ടോ, വിശ്വസിച്ചോ, അള്ളാന്റെ വാഗ്ദാനം സത്യമാണ് എന്ന് അവർ പറയുമ്പോൾ മക്കളുടെ പ്രതികരണം പറയുന്നുണ്ട്, മഹാദ ഇല്ല അസാത്തിറുൽ അവ്വലീൻ, ഇതൊക്കെ പുരാണങ്ങളാണ്, ഇതൊക്കെ പഴങ്കഥകളാണ്, ഇതൊന്നും സംഭവ്യമല്ല എന്ന്. ഇത് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു സംഗതി ശൈഖ് ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്, മാതാപിതാക്കളോട് അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യത്തിൽ ഏറ്റവും പ്രഥമമായൊരു ചോദ്യം മക്കളെക്കുറിച്ചാണ് എന്ന്. നമുക്കറിയാം, നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കും, അമലുകൾ ഓരോന്നിനെ കുറിച്ചൊക്കെ ചോദിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതേ മക്കളോട് മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കുന്നതിൻ്റെ മുമ്പ് മാതാപിതാക്കളോട് മക്കളെക്കുറിച്ചാണ് ചോദിക്കുക എന്നാണ് ഇബ്നുൽ ഖയ്യിം വിശദീകരിക്കുന്നത്. കാരണം നമ്മൾ ചെറിയ കുഞ്ഞിനെ താരാട്ട് പാട്ടി വളർത്തി വലുതാക്കി അവരിപ്പോൾ ഒരു വലിയ പൂർണ്ണ മനുഷ്യനാകുമ്പോഴാണ് അവർ തള്ളിപ്പറയുന്നതും താർക്കികനായി മാറുന്നതും. അതിലിടക്ക് അവന് കൊടുക്കേണ്ട തെർബിയത്തും തസ്കിയത്തും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തത് കൊണ്ട് മാത്രം അവൻ നന്നായിക്കോളൊന്നൊന്നുമില്ല. നമ്മൾ ശ്രമിച്ചത് കൊണ്ട് മക്കളൊക്കെ വലിയ മുത്തക്കീങ്ങളാവണം എന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നബിമാരുടെ മക്കൾ വരെ നബിമാർക്കെതിരെ തിരിഞ്ഞതും എതിരെ പ്രവർത്തിച്ചതും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബിമാരുടെ വാപ്പമാരും നബിയുടെ ഭാര്യമാരുമൊക്കെ എതിരാളികളായതും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സമാധാനം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവനത് പകർന്നു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരുണ്ടല്ലോ ആ മക്കൾ മാതാപിതാക്കൾ എന്നുള്ള ബന്ധത്തിൻ്റെ ഒരു സംഗതി. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, നമ്മൾ ഇസ്ലാമിക ദഅവത്ത് നടത്താൻ വേണ്ടി പടച്ച റബ്ബ് വിശ്വാസി സമൂഹത്തോട് പറയുമ്പോൾ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും വലിയ നല്ല വാക്ക് പറഞ്ഞവൻ ആരാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു. ഈ വാക്ക് പറയുന്നതിൻ്റെ മുന്നോടിയായിട്ട് എന്തു വേണം? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഈ പറയാൻ പോകുന്ന ഇസ്ലാമിൻ്റെ തത്വം എന്താണ് എന്ന് ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അഥവാ അമീല സ്വാലിഹൻ, അമൽ ചെയ്യണം, എന്നിട്ട് അവനത് പറയണം. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാപ്പമാരായ ആളുകൾക്ക് തന്നെ മുസ്ലിമാണ് എന്ന് പറയാൻ മടിയാണ്. മുസ്ലിമായി ജീവിക്കാനും താല്പര്യമില്ല. കാരണം എന്താ പറയുക, മുസ്ലിമാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാറ്റ് കിട്ടൂല, മുസ്ലിമാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭൂമി വിലക്ക് വാങ്ങാൻ കഴിയില്ല, മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ കച്ചവടത്തിന് ആളുകൾ വരില്ല. അതുകൊണ്ട് മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റി മറച്ചു വെച്ചുകൊണ്ടും മുസ്ലിമാണ് എന്ന് പറയാൻ താല്പര്യമില്ലാതെയും ഒളിച്ചു വെച്ചും മുസ്ലിമാണ് എന്ന ലജ്ജയോടുകൂടി മുസ്ലിമാണ് എന്ന് പറയുന്നൊരവസ്ഥ വരുമ്പോൾ
അവരുടെ മക്കൾക്ക് പിന്നെ ഇസ്ലാമിനോട് എന്ത് പ്രതിപത്തിയാണ് ഉണ്ടാവുക? വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ അഭിമാനബോധം തോന്നുന്ന ഒരു മുസ്ലിമായ വാപ്പ, ആ വാപ്പാന്റെ മക്കൾക്ക് ഇസ്ലാമിനെ പകർന്നു കൊടുക്കാനും അവൻ എന്തൊക്കെ ആയില്ലെങ്കിലും ഈ ലോകത്തെ വലിയ വലിയ സ്ഥാനമാനങ്ങളൊന്നും അലങ്കരിച്ചില്ലെങ്കിലും ആ മക്കൾക്കും വാപ്പ പകർന്നു കൊടുക്കുന്ന എന്താണ്? ഞാൻ മുസ്ലിമാണ് എന്നെൻ്റെ കുട്ടിക്ക് ആർജവത്തോടെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക എന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ഒരു സംഗതി, ഇപ്പോൾ വെക്കേഷനാണല്ലോ, ഭാര്യയും മക്കളും ഇപ്പോൾ വിരുന്ന് പോകുമ്പോൾ ഓർക്ക് ഇഷ്ടമുള്ളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും. എന്നിട്ട് പറയും, മക്കളോട് പറയും, വീട്ടിൽ ചെന്ന അപ്പാനോട് പറയണ്ട കേട്ടോ, നമ്മൾ ഈ ഹോട്ടലിൽ കയറിയെന്ന് പറയണ്ട. അല്ലെങ്കിൽ അവർ ഇഷ്ടമുള്ള കടയിൽ കയറി ജ്യൂസ് കഴിക്കും. ആ ജ്യൂസ് കഴിച്ചിട്ട് മക്കളോട് പറയും, നമ്മളെ ഇവിടെ നിന്ന് ജ്യൂസ് കഴിച്ചിരുന്നു ചെന്നിട്ട് ഉപ്പാനോട് പറയണ്ട കേട്ടോ. എന്തായി? മദ്രസയിലേക്ക് കുട്ടി ടൂറ് പോയ കാരണത്താൽ വരാതെ 2 ദിവസം മദ്രസയ്ക്ക് പോയിണ്ടാവില്ല, ഉമ്മ ലീവ് ലെറ്റർ എഴുതി കൊടുക്കുവാന് പനിയേനിന്ന് പറഞ്ഞിട്ട്. ടൂറ് പോയതാന്ന് പറഞ്ഞാൽ ഉസ്താദ് അടിക്കുമെന്ന് പേടിച്ചിട്ടേ ഉമ്മ ലീവ് ലെറ്റർ എഴുതി കൊടുക്കുന്നത് 2 ദിവസമാണ് പനിയായിരുന്നു, അതുകൊണ്ട് മദ്രസയിലേക്ക് വരെ ലീവായി ബോധിക്കണം എന്ന് അറിയിക്കുന്നു. ഈ കുട്ടി വളരുമ്പോൾ എന്താ മനസ്സിലാവുക? ആവശ്യത്തിന് കളവ് പറയാമെന്നും സമ്പാദ്യം വഴിവിട്ട മാർഗത്തിൽ ഉണ്ടാക്കാമെന്നും ഈ ഉമ്മ അല്ലുമ്മു മദ്റസത്തുന്നിദാദത്തഹ, ഏറ്റവും നല്ല വിദ്യാലയമായി പടുത്തുയർത്തി വരേണ്ട മാതാവിൽ നിന്നാണ് മക്കൾ കേട്ട് പഠിക്കുന്നത്. ഏത്? അങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറയണ്ട, ഇതാണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ നിസ്കാരവും നോമ്പും ഇതൊക്കെ ചെയ്തിട്ടും തനിക്ക് ഭൗതികമായി ചില കാര്യലാഭങ്ങൾ കിട്ടുമ്പോൾ അത് പറയേണ്ടതില്ല, അത് മറച്ചു വെക്കണം എന്ന് പഠിപ്പിക്കുമ്പോൾ എന്ത് മെസ്സേജാണ് മക്കൾക്ക് പകർന്നു കിട്ടുന്നത്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കാരണം മതത്തെ വരെ കുട്ടികൾ വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് കാണുമ്പോൾ നമ്മൾ കുറേ നിസ്കരിക്കുന്നുണ്ടാവും, നമ്മൾ പള്ളിയിൽ ഇരുന്ന് ദിക്റ് ചെല്ലുന്നുണ്ടാവും, പക്ഷേ നമ്മളെ ഒരു മതവാക്താവായി മതത്തിൻ്റെ ആളായി വാപ്പയെ മക്കൾ അംഗീകരിക്കുന്നുണ്ടോ? പള്ളിക്ക് പോയാൽ മതി, കച്ചവടത്തിലൊക്കെ വാപ്പ കാട്ടുന്ന കാട്ടാൽ ഇപ്പം എന്താണ്? എന്തൊക്കെയാ കളവ് വാപ്പ ഫോണിൽ കൂടെ പറയല് എന്ന് പഠിച്ചൊരു കുട്ടി നിസ്കാരത്തിന് വല്ല വിലയും കൽപ്പിക്കുമോ? വാപ്പാന്റെ സുബൈക്ക് നേരത്തെ കാലത്ത് എണീറ്റിരുന്ന് ഇങ്ങനെ പോകുന്നത് കൊണ്ട് കുട്ടിക്ക് ആ വാപ്പയോട് മതിപ്പുണ്ടാവുമോ? അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, നമ്മൾ ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം. നമ്മളെ കേട്ടും അനുകരിച്ചുമാണ് മക്കൾ വളരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവര് കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ടേ അവർക്ക് ഒരു പിന്തുണ കൊടുക്കുകയും ധൈര്യം കൊടുക്കുകയും ചെയ്യാം. മക്കളെ, കളവ് പറഞ്ഞിട്ട് ഒരു 10 ഉറുപ്പിക ഉണ്ടാക്കണ്ട, പട്ടിണി കടന്നാലും വേണ്ടില്ല, ഹക്ക് പറയണം, ഉള്ളതേ ചെയ്യാവൂ എന്ന് വാപ്പ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചാൽ ആ മക്കൾക്ക് അതിൽ അഭിമാനം തോന്നുന്ന അവസ്ഥ ഉണ്ടാവണം. മറ്റേ എൻ്റെ വാപ്പാനൊന്നും ശരിക്കും നാട്ടുകാർ അറിയാത്തോണ്ടാട്ടോ, വാപ്പാൻ്റെ ആ നിസ്കാരമൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ഇയാൾ നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ടാണ് എന്ന ആളുകളെ ഈ വാപ്പയെക്കുറിച്ച് മക്കൾക്ക് ബോധ്യം വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങൾ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മക്കളെ, കുടുംബങ്ങൾ, ഇപ്പോൾ വെക്കേഷനാണ്, ടൂറൊക്കെ പോകുന്ന സമയമാണ്, അവൻ എൻ്റെ കുടുംബങ്ങളെ ബന്ധച്ചാർത്തി ആ മക്കളെക്കുറിച്ച് ബന്ധങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ആ മാതാപിതാക്കളോട് നമുക്കുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മൾ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം. എൻ്റെ വാപ്പാനോടും എൻ്റെ ഉമ്മാനോടും ഞാൻ എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ മക്കൾ അറിയണ്ടേ, അവർ കാണണല്ലോ. അന്നൊക്കെ വാപ്പ അതൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് എനിക്ക് വയസ്സാവുമ്പോൾ എൻ്റെ മാതാപിതാക്കളോട് ഞാൻ കാണുന്ന മക്കൾ എന്നോട് എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഏത് നമ്മൾ ഇത് കാണുന്ന ഒരു സംഗതി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വളർത്തിയത് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ചെറിയ മകനെയാണല്ലോ പള്ളിപ്പണിക്ക് കൂടെ കൂട്ടിയത്. ഓൻ ചെറിയ കുട്ടി, അവനെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞില്ലല്ലോ, ഓനെ ഈ വെയിലൊളിക്കാൻ കൊണ്ടോണ്ടാന്ന് പെണ്ണുങ്ങൾ പറഞ്ഞില്ലല്ലോ, നിങ്ങളിപ്പോൾ ഈ പള്ളിപ്പണിക്ക് ഈ കുട്ടീനും കൊണ്ട് പോകാൻ ചോദിച്ചില്ലല്ലോ. അവനെ അതാ
ഇബ്രാഹിമ വ ഇസ്മായില, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയും കൂടി കഅബ പടുത്തിയ അതെ സാമൂഹ്യ പങ്കാളിത്തത്തിൽ, സോഷ്യൽ വർക്കിൽ, നമ്മളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മക്കളെ പങ്കാളികളാക്കണം. അങ്ങനെ പങ്കാളികളാക്കുമ്പോഴാണ് വാപ്പാൻ്റെ ഒപ്പം മക്കൾ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വാപ്പ ഗൾഫിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക. എന്താ വാപ്പാന്റെ പണി എന്ന് പോലും മക്കൾക്ക് ഇവിടെ അറിയില്ല. വാപ്പ വരുമ്പോൾ നല്ല സ്പ്രേ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഉഷാറായി നടക്കും. വാപ്പ വരെ ചോദിക്കണ പൈസക്ക് അയച്ചു കൊടുക്കും. അവൻ ഇങ്ങനത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലോ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളോ പങ്കാളിയല്ല. വാപ്പനോട് പറയണ്ടേ, മോനെ വാപ്പ ഈ പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, കഷ്ടപ്പെട്ട ഉണ്ടാക്കണ്, അതുകൊണ്ട് വളരെ കഷ്ടിച്ചുള്ള ആവശ്യങ്ങൾ ചെലവഴിച്ചാൽ മതി. ജീവിതത്തെക്കുറിച്ചൊരു മൂല്യബോധം വേണ്ടേ? നിങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മരത്തണലിൽ വിശ്രമിക്കുമ്പോഴാണ് ആ പെണ്ണുങ്ങൾക്ക് വെള്ളം മുക്കി കൊടുക്കുന്ന രംഗം ഖുർആൻ പറയുന്നത്. ആ പെണ്ണുങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, നിങ്ങൾ ഞങ്ങൾക്ക് ലേശം വെള്ളം മുക്കി തരുമോ ചോദിച്ചിട്ടില്ലല്ലോ. എന്താ അവർക്കൊന്ന് പറഞ്ഞൂടെ മൂസാ നബി പറഞ്ഞിട്ടുമില്ലല്ലോ. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞപ്പോൾ ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവുക. ഇപ്പൊ സമൂഹത്തിലെ ആവശ്യങ്ങൾ കാണുമ്പോൾ, കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ, എനിക്ക് ജോലിയല്ല വലുത്, എൻ്റെ വാപ്പയുടെ അസുഖമാണ്, എൻ്റെ ഉമ്മയുടെ ബുദ്ധിമുട്ടാണ്, പാലില്ലാത്തപ്പോൾ ഉമ്മയെ ചേർത്ത് പിടിക്കണം, പണം പിന്നെ ഉണ്ടാവും. ഈ ബന്ധങ്ങളുടെ മനോഹാരിത മക്കൾക്ക് അറിയണ്ടേ? അങ്ങനെ അറിയാനാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ അള്ളാഹുവുമായുള്ള ബന്ധം സുദൃഢമാക്കി കൊടുത്തെങ്കിലാണ് ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവുക. മാതാപിതാക്കളുടെ ബന്ധം ഉണ്ടാവാനും ജ്യേഷ്ഠാനുജന്മാർ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, അങ്ങോട്ട് കൊല്ലുന്നു ഇങ്ങോട്ട് കൊല്ലുന്നു എന്നൊരു പ്രശ്നമല്ലാതായി മാറി. 20-കാരൻ 16-കാരിയെ കൊല്ലുന്നു, ഒന്നും ഒരു പ്രശ്നമല്ലല്ലോ. ആർക്കും ആരോടൊരു കമ്മിറ്റ്മെന്റും ഇല്ല. അവനാന്റെ കാര്യങ്ങൾ ലക്ഷ്യങ്ങളിൽ നടക്കുന്നില്ലെങ്കിൽ കണ്ടോനെ കൊന്ന് കാര്യങ്ങൾ നേടുക, എന്നിട്ട് ജയിലിൽ പോവുക അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക. എന്താ പ്രശ്നം? നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ നിയോഗം എന്താണ് എന്ന് കുഞ്ഞുനാളിലെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. അതാ ലുക്മാൻ എന്ന പിതാവ് മകനോട് പഠിപ്പിച്ചത്, മോനെ ശിർക്ക് വെക്കാത്ത വിശ്വാസം വേണം, അതിഗുരുതരമായ പാതകമാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറുപ്പത്തിലെ ഈമാനുള്ള മക്കൾ വളർന്നു വരാനാണ്. അതിൽ നമ്മുടെ പ്രയത്നവും പങ്കാളിത്തവും എത്രത്തോളം ഉണ്ട് എന്നും അത് ഇല്ല എങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും നമ്മുടെ ചിന്തകളിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അപ്പോഴാണ് ശാന്തവും സുന്ദരവുമായൊരു കുടുംബജീവിതം നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുക. പടച്ച റബ്ബിനോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നതും അതാണ്. എന്ത്? പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിന് നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ, മക്കളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കണേ. അത്തരത്തിൽ പ്രാർത്ഥനയും പ്രവർത്തനവുമായി മുന്നോട്ട് പോവുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ.